ഹൈ ഡിസൈനേഴ്സ്, നമ്മളിപ്പോൾ ഒരു ലോഗോ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് നമുക്ക് ലോഗോ ചെയ്യാനുള്ള ഒരു ബ്രീഫ് തരുന്ന സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ മീനിങ് ഫുൾ ആവണം, അതല്ലെങ്കിൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് സെക്ടർ ഏതാണോ എന്താണോ ആ ഒരു ബിസിനസ് സെക്ടർ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ്, ഏത് പ്രൊഡക്റ്റാണ് ആ ഒരു ബിസിനസ് സെല് ചെയ്യുന്നത്, ഏതൊരു സർവീസാണ് ആ ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള രീതിയിലുള്ള ലോഗോയിൽ നമുക്ക് സർവീസ് എന്താണെന്നോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണെന്നോ ബിസിനസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ലോഗോയിൽ കാണണം എന്നുള്ള രീതിയിൽ ആ ഒരു ലോഗോയിൽ ആ ഒരു മീനിങ് ഇൻക്ലൂഡഡ് ആയിട്ട് വരണം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻസ് ബ്രീഫും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ലോഗോ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മീനിങ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. സോ എനിക്ക് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഞാൻ പല പോഡ്കാസ്റ്റും പല ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ഒരു ലോഗോസിൽ മീനിങ് ഫുൾ എന്നുള്ളൊരു കാര്യത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെമ്മറബിൾ ആക്കണം എന്നുള്ളൊരു കാര്യമല്ല. അതായത് ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈസിലി ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ നൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പ്യൂമ, അഡിഡാസ്, മക്ഡൊണാൾഡ്സ് ഇങ്ങനത്തെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറബിൾ ആണ്. ഓക്കെ, നമ്മളൊരു തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടു കഴിഞ്ഞാൽ തന്നെ പിന്നെ ആ ഒരു ലോഗോ നമുക്ക് മുഴുവൻ കാണണമെന്നില്ല. ഒരു ഹാഫ് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് പിടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വരെ നമുക്ക് ആ ഒരു ലോഗോ ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ആ ഒരു രീതിയിൽ ലോഗോ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈവൻ നമ്മൾ വരെ ഇപ്പോൾ ഒരു ഇനിയിപ്പോൾ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആവണമെന്നില്ല, അതല്ലാത്ത നമ്മൾ ലോക്കലി നമ്മൾ കണ്ടുവരുന്ന ഏതെങ്കിലും ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസിൻ്റെ ലോഗോസ് കാര്യങ്ങളൊക്കെ കാണുന്ന വരെ ഈവൻ പേഴ്സണലി ഞാനൊരു ഡിസൈനറായിട്ട് വരെ ആ ഒരു ലോഗോയിൽ എന്താണ് മീനിങ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കാറില്ല. അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായത്തിൽ ഒരു ലോഗോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, ആ ഒരു മീനിങ് കൃത്യമായിട്ട് വരുന്നുണ്ടോ ആ രീതിയിൽ നമ്മൾ നോക്കാറില്ല. സോ എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം കമ്പനീസ് ലോഗോയിൽ ഒരു മീനിങ് വരാനുള്ള രീതിയിൽ ഇപ്പോൾ പല കമ്പനീസും ഞാൻ കണ്ടിട്ടുണ്ട് ലോഗോയിൽ മീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലിടയിൽ കൂടെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എലമെൻറ്റ്സ് ഷേപ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു നല്ല വൃത്തിയുള്ള ഒരു ലോഗോയെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയാം. ഓക്കെ.